സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ശ്രീചിത്ര ഹോമിൽ കൂട്ട ആത്മഹത്യാ ശ്രമം. 12, 15, 16 വയസ്സുള്ള കുട്ടികളാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മുതിർന്ന കുട്ടികളുടെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുട്ടികൾ ആരോപിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ശ്രീചിത്ര ഹോമിലെ 3 കുട്ടികൾ പാരസെറ്റമോളും വൈറ്റമിൻ ടാബ്ലറ്റുകളും കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 3 പേരും വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ശ്രീചിത്ര ഹോം അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾ റാഗിംഗ് നേരിട്ടുവെന്നും അതിലുണ്ടായ മനോവിഷമം കൊണ്ടാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുമെന്നാണ് കുട്ടികൾ ആരോപിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു കാര്യം നടന്നിട്ടില്ലെന്നും സാധാരണ കുട്ടികൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ശ്രീചിത്ര ഹോം സൂപ്രണ്ട് ബിന്ദു വി വ്യക്തമാക്കി. എന്താണ് കാര്യം കഴിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, അതിന് വേണ്ടിയാണ് കഴിച്ചതെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ പറയുന്നത് മാതിരി ഇവിടെ അടിപിടിയോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കുട്ടികളാകുമ്പോൾ നിസ്സാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കണ്ടീഷനിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കുട്ടികൾ ശ്രീചിത്ര ഹോമിൽ എത്തിയിട്ട് 1 മാസമാകുന്നതേയുള്ളൂ എന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എൻ സുനന്ദ വ്യക്തമാക്കി. കൗൺസിലിംഗ് കൊടുത്ത ആളിൽ നിന്നും റിപ്പോർട്ട് തേടും. ആശുപത്രിയിലെത്തി കുട്ടികളെ നേരിട്ട് കാണുമെന്നും ബാലാവകാശ കമ്മീഷൻ അംഗം പറഞ്ഞു. കുട്ടികളുടെ കാര്യത്തിൽ എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. ആരെങ്കിലും ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തീർച്ചയായിട്ടും പരിശോധിക്കും. കുട്ടികൾ മെഡിക്കൽ കോളേജിലും SIT ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.